ോളം ഇന്റേൺഷിപ്പിൽ ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ആൻഡ് ഒരു 20% മാത്രമേ ക്ലിനിക്കൽ ആയിട്ടുള്ളൂ. ബിക്കോസ് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാർക്കൊക്കെ എഴുതാനും ലൈക്ക് ഓഫീസ് വർക്കുകൾ ചെയ്യാനായിട്ട് ഒരുപാട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടും അത്തരത്തിലുള്ള വർക്കുകളെല്ലാം ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെടേക്കാവുന്ന ഒരു അടിമ എന്ന രീതിയിലാണ് ഇന്റേൺസിനെ പലപ്പോഴും പല ഹോസ്പിറ്റൽ മാനേജ്മെന്റും കണ്ടിട്ടുള്ളത് ആൻഡ് പല ഡിപ്പാർട്ട്മെന്റുകളും കണ്ടിട്ടുള്ളത്. ആൻഡ് നമ്മുടെ കേസിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. കാരണം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ PGs ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ എക്സ്പോഷർ കിട്ടും. ആ എക്സ്പോഷർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് PGs ഇല്ലാത്തത് നമുക്ക് ഒരു വിഷമമൊക്കെ ആയിരുന്നു, നമുക്ക് PG സീറ്റ് ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ ഇന്റേൺഷിപ്പ് പീരീഡിലാണ് നമുക്ക് PG സീറ്റ് ഇല്ലാത്തതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാൻ പോകുന്നത്. ബിക്കോസ് കാഷ്വാലിറ്റീസും അവാർഡും നിങ്ങൾ OTയും OPയും ഒക്കെ നിങ്ങൾ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. ആൻഡ് അത് ഒരു PG ഉള്ള സെറ്റപ്പിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ സർജറി PG ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഒരിക്കലും സർജറി ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ എറണാകുളം മെഡിക്കൽ കോളേജിൽ സ്വന്തമായിട്ട് സർജറി ചെയ്യാൻ പറ്റും. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇവിടെ ഇറ്റ്സ് ലൈക്ക് ഹോസ്പിറ്റൽ സിസ്റ്റത്തിന്റെ എല്ലാമാണ് നിങ്ങൾ. അതായത് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ A to Z എല്ലാം ഉണ്ടായേക്കാം. നിങ്ങൾക്ക് ഒരു ബൈസ്റ്റാൻഡർ അല്ലാത്തൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു അറ്റൻഡറായി മാറിയേക്കാം. നിങ്ങൾ കാഷ്വാലിറ്റിയിൽ ഒരു 2 AM ഒക്കെ ആകുമ്പോഴത്തേന് രാത്രി 2 മണിയൊക്കെ ആകുമ്പോൾ വേറെ ആരും കാണില്ല, അവിടെ നിങ്ങൾ CMO ആണ്. സോ ഒരു ഹോസ്പിറ്റലിലെ എല്ലാം ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വന്നത് ബേസിക്കലി ടെമ്പററി രജിസ്ട്രേഷൻ എങ്ങനെയാണ്, അതിന്റെ ഒരു നൂലാമാലകൾ എങ്ങനെയാണ്, അതിനത് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായത്. അപ്പൊ അത് തന്നെ ആദ്യം പറയാം. ഈ TCMC രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, വേറെ ആരും ചെയ്യില്ല. പൊതുവെ നമ്മൾ തന്നെ ചെയ്യേണ്ട അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് TCMC രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ ഒരു ഫോട്ടോ, ഒരു സിഗ്നേച്ചർ ആൻഡ് 10th അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പിയാണ് വേണ്ടത്. പിന്നെ ഇതിന്റെ ഒപ്പം ആവശ്യമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ ബേസിക് ക്വാളിഫിക്കേഷന്റെ ഒരു അറ്റസ്റ്റഡ് കോപ്പിയും പിന്നെ സ്കാൻഡ് ലെറ്റർ ഫ്രം പ്രിൻസിപ്പൾ. ഇത് രണ്ടും നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ MBBS പാസ്സായി എന്നും നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ഡിഗ്രി ഹോൾഡ് ചെയ്യാനുള്ള അർഹത ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു അറ്റസ്റ്റഡ് കോപ്പിയാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ ഫൈനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ അറ്റസ്റ്റഡ് കോപ്പി മാത്രം മതി TCMCയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ഒരു സ്കാൻഡ് ലെറ്റർ കിട്ടും. അതായത് പ്രിൻസിപ്പൾ നിങ്ങൾ ഇത്രയും അധികം സ്റ്റുഡൻസ് ഇവിടെ പരീക്ഷ എഴുതിയെന്നും നിങ്ങൾ പാസ്സായെന്ന് കാണിക്കുന്ന ഒരു ലെറ്റർ കിട്ടും. ഈ 2 ലെറ്ററും ഈ ഒരു അറ്റസ്റ്റഡ് കോപ്പിയും നിങ്ങൾ ഈ TCMC അപ്ലൈ ചെയ്യുമ്പോഴത്തേനും കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത് 2 കിട്ടിയതിനു ശേഷം മാത്രമേ നമുക്ക് TCMC അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഫോട്ടോ, സിഗ്നേച്ചർ ആൻഡ് 10th അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നിങ്ങൾക്ക് റെഡിയാക്കി വെക്കാം. ആൻഡ് TCMC അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഈ പേപ്പേഴ്സ് ഓഫീസിൽ നിന്ന് തന്നെ എമർജൻസി ആയിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. കാരണം ഇത് ഇഷ്യൂ ആയി വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ കണ്ട് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല. അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ആൻഡ് TCMC എന്ന് പറയുന്നത് 2 രീതിയിലാണ് വരുന്നത്. ഒരു ടെമ്പററി രജിസ്ട്രേഷൻ കിട്ടും, ഒരു പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടും. ഈ ടെമ്പററി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 365 ഡേയ്സ് വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് മാത്രമാണ്. ആൻഡ് ആ ഒരു പീരീഡിൽ നമ്മൾ ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻ ഒക്കെ വരുന്ന സാഹചര്യം വരാം. അപ്പൊ TCMC നമ്മൾ പുതുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ TCMCയുടെ വാലിഡിറ്റി വരുന്നത് 365 ഡേയ്സ് മാത്രമാണ്. ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 1000 രൂപയാണ്. ആൻഡ് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ TCMC അപ്ലൈ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, ഒരു ടെമ്പററി സർട്ടിഫിക്കറ്റ് കിട്ടും. അത് 1 ടൈം ഡൗൺലോഡബിൾ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൗസ് സർജൻസി പീരീഡ് കഴിയുമ്പോൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റിന്റെ ഒരു ഗ്ലോസി പേപ്പർ പ്രിന്റ് എടുത്ത് ഇത് ഒറിജിനൽ ഡേറ്റ എല്ലാം വെച്ച് നമ്മുടെ ബാക്കി എല്ലാ പേപ്പേഴ്സ് എല്ലാം വെച്ച് നമ്മൾ TCMCയുടെ പെർമനന്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഗ്ലോസി പേപ്പറോടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒറ്റ തവണ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇത് എത്ര വേണമെങ്കിലും പ്രിന്റ് എടുക്കാം. നിങ്ങളുടെ എവിടെയെങ്കിലും ഒരു ഡ്രൈവിലോ അല്ലെങ്കിൽ ഒരു ഫോണിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക. ഗ്ലോസി പേപ്പറിലൊന്നും ഇപ്പോൾ പ്രിന്റ് എടുക്കണമെന്നില്ല. ബിക്കോസ് നമ്മുടെ TCMCയുടെ ടെമ്പററി രജിസ്ട്രേഷൻ നമുക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒന്നും നമ്മളിത് എവിടെയും കൊടുക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് കോളേജിന്റെ ഓഫീസിലേക്ക് മാത്രം ഒരു കോപ്പി എത്തിച്ചു കൊടുത്താൽ മാത്രം മതി. സോ ഗ്ലോസി പേപ്പർ ഒന്ന് പ്രിന്റ് ഔട്ടിന്റെ ആവശ്യകത ഇപ്പോഴല്ല വരുന്നത്. നിങ്ങൾ ഫൈനൽ ആയിട്ടുള്ള നിങ്ങളുടെ പെർമനന്റ് രജിസ്ട്രേഷൻ സമയത്താണ് ഈ ഒരു ഗ്ലോസി പേപ്പറിലുള്ള പ്രിന്റ് ഔട്ടിന്റെ ആവശ്യം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഡിജിറ്റൽ കോപ്പി ആയിട്ട് മാത്രം സൂക്ഷിച്ചാലും മതി. ഇനി ഇതിൽ ഒരു ഫോട്ടോ കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പൊ ആ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ പെർമനന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഇതിന് വേണ്ടി ഒരു പുതിയ ഫോട്ടോ എടുത്താൽ
ആ ഫോട്ടോ പെർമനന്റിന്റെ സമയത്തും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന്റെ സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് പ്രിന്റ് എടുത്ത് നിങ്ങൾ പെർമനന്റ് സമയത്ത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടുന്നത്. ആൻഡ് ഈ ടെമ്പററി അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ബേസിക് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും ഈ സ്കാൻഡ് ലെറ്ററും ഇതിന്റെ ഒപ്പമുള്ള ഈ ഒരു രേഖകളും നമ്മൾ അയച്ചു കൊടുക്കേണ്ടതായിട്ടില്ല ടെമ്പററിക്ക് വേണ്ടിയിട്ട്. പണ്ട് ഇത് അയച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴും അത് കറക്റ്റ് ആയിട്ടില്ല. കാരണം കഴിഞ്ഞ 2 വർഷം ഞാൻ പഠിച്ച സമയത്തും ഇപ്പൊ 17ന്റെ സമയത്തൊന്നും ഇത് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇതിന്റെ ടെമ്പററി നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ പെർമനന്റ് സമയത്ത് ഇതെല്ലാം അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ആൻഡ് ഇത് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോ ഇതാണ് KSMCയുടെ വെബ്സൈറ്റ്, കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന്റെ വെബ്സൈറ്റ് ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലിങ്ക് കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത് കയറി വരുമ്പോൾ തന്നെ ഒരു സൈനപ്പ് ഓപ്ഷൻ ഉണ്ട്. ആ സൈനപ്പ് ഓപ്ഷൻ കൊടുക്കുമ്പോഴാണ് ഈ വിൻഡോ വരുന്നത്. ഈ വിൻഡോ സൈനപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും അവസാനം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഐ ഹാവ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ സാധനം കാണും. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ രജിസ്ട്രേഷന്റെ പേജിലേക്ക് പോകുന്നത്. ആ രജിസ്ട്രേഷന്റെ പേജാണിത്. ആ പേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സിസ്റ്റം ഓഫ് മെഡിസിൻ, മോഡേൺ മെഡിസിൻ സെലക്ട് ചെയ്യുക. ആൻഡ് ഇവിടെ ബയോഡാറ്റ പോലുള്ള ഡേറ്റസ് ആണ്. ഇപ്പൊ പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, അതിൽ ആ ആസ്ട്രസ് കൊടുത്തിട്ടുള്ള എല്ലാം തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇതിൽ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, ജെൻഡർ ഉണ്ട്, സിറ്റിസൺഷിപ്പ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആണ് ചോദിക്കുന്നത്. അവസാനം നിങ്ങൾ ഒരു പാസ്വേഡും ഒരു ഇമെയിൽ ഐഡിയും കൊടുത്ത് നിങ്ങളുടെ ഒരു ലോഗിൻ ഐഡി ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ. രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്ന ഭാഗമായിട്ട് ഇത്ര ഓപ്ഷൻസ് ആണ് വരാൻ പോകുന്നത്. ന്യൂ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ, എനിക്ക് പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ഉണ്ട്, ആൻഡ് FMGs ആണ്. അപ്പൊ ഫോർ മെഡിക്കൽ ഗ്രാജുവേറ്റും എല്ലാവരും, അല്ലെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ്, ഇപ്പൊ തമിഴ്നാട്ടിൽ പഠിച്ച ഒരാൾക്കും ഇവിടെ കേരളത്തിൽ വന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതേ പോർട്ടൽ വഴിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഫ്രഷ് ആയതുകൊണ്ട് നമ്മൾ ന്യൂ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. അത് കാണുന്ന എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാവും, അത് ഫില്ല് ചെയ്യുക. അവസാനമാണ് നമ്മൾ ഈ ഒരു ന്യൂ ഓൺലൈൻ രജിസ്ട്രേഷൻ അക്കൗണ്ടിലേക്ക് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അതിന് അവർ പ്രിഫർ ചെയ്യുന്ന കുറച്ച് സൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 20 to 50 KB ആണ് ഫോട്ടോയ്ക്ക് പറയുന്നത്, ആൻഡ് 10 to 20 KB ആണ് നമ്മുടെ സിഗ്നേച്ചറിന് വേണ്ടിയിട്ട് പറയുന്നത്. അപ്പൊ ഇത് കയറി നോക്കുക, പ്രിവ്യൂ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ആദ്യം പറഞ്ഞ ഇവിടെ നമ്മൾ കണ്ട ബയോഡാറ്റ എല്ലാം പ്രിവ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം ഒന്ന് കയറി പ്രിവ്യൂ ചെയ്ത് നോക്കണം. അങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ അക്കൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷം വീണ്ടും തിരിച്ചിവിടെ വരിക. സൈനപ്പിന് പകരം നിങ്ങൾ ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മോഡേൺ മെഡിസിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇതിൻ്റെ അകത്ത് തന്നെ ആയുർവേദവും യുനാനിസ് ഒക്കെ ഉണ്ട്. അപ്പം മോഡേൺ മെഡിസിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആൻഡ് അതിനുശേഷം ഇപ്പൊ നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വരുന്ന ഒരു വിൻഡോ ഇങ്ങനത്തെ വിൻഡോ ആണ്. അവിടെ നമ്മൾ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പൊ പ്രൊവിഷണൽ അപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേനും ഇങ്ങനെ പ്രൊവിഷണൽ, പെർമനന്റ്, അഡീഷണൽ, NOC അങ്ങനെ ഒരു വിൻഡോ കാണാം. അതിൽ നിങ്ങൾ പ്രൊവിഷണൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ പ്രൊവിഷണൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ വരുന്ന ഇങ്ങനെ ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇന്ത്യയിലാണോ പഠിച്ചത്, കേരളത്തിലാണോ പഠിച്ചത്, അവിടെ എല്ലാം മീൻസ് ഔട്ട്സൈഡ് കേരള അല്ല എന്നുള്ള കാര്യം കൊടുത്തു കഴിയുമ്പോൾ കോളേജിന്റെ ഡീറ്റെയിൽസ് ആൻഡ് നിങ്ങളുടെ കോഴ്സ് തുടങ്ങിയ ദിവസം, ഈ ഡിഗ്രി കിട്ടിയ ദിവസം, അതായത് ഇയർ ഓഫ് അവാർഡ് ഓഫ് ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങളുടെ റിസൾട്ട് വന്ന ദിവസമാണ്, അതായത് മിനിങ്ങാന്നാണ്, ആ സാറ്റർഡേ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആൻഡ് ഈ ക്വാളിഫിക്കേഷൻ ടു രജിസ്റ്റേർഡ് എന്ന് പറയുന്നതും യൂണിവേഴ്സിറ്റിയും ഇതെല്ലാം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കോഴ്സ് എൻഡ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൈനൽ ഇയർ ആ തീർന്ന ഡേറ്റ് കൊടുത്താൽ മതി, എക്സാം തീർന്ന ഡേറ്റ്. ആൻഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്ത ഡേറ്റും കൊടുക്കുക. അപ്പോൾ ഇതാണ് നമുക്കുള്ള അടുത്ത ഒരു കടമ്പ. അതിനുശേഷം നിങ്ങൾ വരുമ്പോഴത്തേനുമാണ് പിന്നെ ഈ പറഞ്ഞ ഒരു പോർട്ടൽ വരുന്നത്. ഇവിടെ നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റഡ് കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. ആ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കോളേജിൽ നിന്ന് കിട്ടും. ഞാൻ പറഞ്ഞ ഒരു അറ്റസ്റ്റഡ് കോപ്പി കിട്ടും എന്ന് പറഞ്ഞില്ലേ. സോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഈ അതർ ഡോക്യുമെന്റ്സിന്റെ അവിടെ ഒന്നും പ്രത്യേകിച്ച് വരില്ല. ആൻഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓർ SLC ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SLC സർട്ടിഫിക്കറ്റോ കൊടുക്കുക. അപ്പൊ നമ്മൾ കോളേജിൽ തന്നെ SLC സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഈ ചിലപ്പോൾ ഇത് കണ്ടെന്ന് വരില്ല. അപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇനി അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഏതാണോ അത് കൊടുക്കുക. ഈ സ്കാൻഡ് കോപ്പി ഓഫ് ലെറ്റർ എന്ന് പറഞ്ഞ ഈ ഭാഗത്താണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞ നിങ്ങൾ ഇത്രയും സ്റ്റുഡൻസ് പരീക്ഷ എഴുതി, നിങ്ങൾ ഇത്രയും പേര് പാസ്സായി എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ ഒരു ലെറ്റർ കൊടുക്കും. ആ ലെറ്ററിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് തരും. ആ കോപ്പി എല്ലാവരും ഒരേപോലത്തെ കോപ്പിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത്ര ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എത്തുന്നത് ഇങ്ങനെ ഒരു ഡിക്ലറേഷന്റെ ഭാഗത്താണ്. ഈ ഡിക്ലറേഷന്റെ ഭാഗത്ത് നിങ്ങൾ മെഡിക്കൽ എത്തിക്സിന്റെ ഒരു കോഡ് വായിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോ അല്ലാതെ എഗ്രി കൊടുത്തത് വരില്ല. അപ്പൊ നിങ്ങൾ ആ കോഡിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഒരു വിൻഡോ വരും. ആ വിൻഡോയുടെ ഏറ്റവും അവസാനം ഫുള്ള് സ്ക്രോൾ ചെയ്ത് പോയി കഴിയുമ്പോൾ, അതായത് നിങ്ങൾ മെഡിക്കൽ എത്തിക്സ് വായിക്കണം എന്നാണ് അവർ പറയുന്നത്, പക്ഷെ നമ്മളൊന്നും ചെയ്യത്തില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല.
ഇതിൽ അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേനും തിരിച്ചിവിടെ വരാൻ പറ്റും. ഇവിടെ തിരിച്ചു വരും. ഇവിടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈം ചേഞ്ചസ് എന്തെങ്കിലും വരുത്താനുള്ള ഒരു അവസരമാണ്. ബിക്കോസ് പേയ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു തരത്തിലുള്ള ചേഞ്ചുകൾ വരുത്താൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ റിവ്യൂ ചെയ്യാം, മീൻസ് മൊത്തത്തിൽ ഒന്ന് പ്രിവ്യൂ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു പേ കൊടുക്കാം. അപ്പൊ പ്രൊസീഡ് ടു പേ കൊടുത്തു കഴിയുമ്പോൾ ഒരു പേയ്മെന്റ് പോർട്ടൽ വരും. പേയ്മെന്റ് ചെയ്യുക. ആൻഡ് പേയ്മെന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ചു വരിക, മീൻസ് എക്സിറ്റ് അടിക്കുക. എക്സിറ്റ് ആയിക്കൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ ഈ പോർട്ടലിൽ വീണ്ടും കയറും. നമ്മുടെ ഈ വെബ്സൈറ്റിൽ വീണ്ടും കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് ഇതെടുത്ത് നോക്കാൻ പറ്റും. ഇതിൽ രജിസ്ട്രേഷൻ ഉള്ള ഭാഗമോ FMD രജിസ്ട്രേഷനോ എന്ത് ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ പെൻഡിങ് ആണെന്ന് മാത്രമായിരിക്കും അവർ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ വ്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ID, ആപ്ലിക്കേഷൻ ഡേറ്റ്, ഫൈനൽ സബ്മിറ്റ് ഡേറ്റ് ആൻഡ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ട് വരും. അതില് ആ ഒരു മാഗ്നിഫയർ കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഡോക്യുമെന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇതിന്റെ സൈഡിൽ ഒരു സ്റ്റാറ്റസ് ബട്ടൺ ഉണ്ട്, കണ്ടോ? ആ ക്രിയേറ്റഡ് എന്ന് കാണുന്ന ഭാഗത്ത് ക്രിയേറ്റഡ് മാറി അപ്രൂവ്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സമയത്ത് ആണ് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഓർക്കുക, അത് 1 ടൈം ഡൗൺലോഡബിൾ ആണ്. അത് കഴിയുമ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. കാരണം നമുക്ക് അല്ലെങ്കിൽ പിന്നെ വേറെ ചെയ്യാനില്ല. ആൻഡ് ഇത് എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഹൗസ് അലവൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം കോളേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വരത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളൊരു 10 പേർക്ക് സർട്ടിഫിക്കറ്റ് പെൻഡിങ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ 10 പേര് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഡിലേ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ 10 പേർക്ക് ഡിലേ വന്നല്ലോ. അപ്പൊ ആ ആളുകളുടെ ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഡേറ്റ് ഡിലേ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതിനു മുമ്പ് ഒരു ദിവസം മുമ്പ് ചെയ്യുന്ന ഒരു ഹൗസ് അലവൻസി പോലും ടെക്നിക്കലി ഇത് വാലിഡ് അല്ല. അപ്പം ഇത് മുമ്പ് നമ്മുടെ 14th ബാച്ചിൽ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ TCMCയുടെ ഒരു ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. 15th ബാച്ചിൽ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. TCMC കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ടെമ്പററി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഹൗസ് അലവൻസി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഹൗസ് അലവൻസിയുടെ 365 ഡേയ്സ് മാത്രമേ കൗണ്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ആൻഡ് ഇതിൽ ഹൗസ് അലവൻസിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നത് മൊത്തത്തിൽ 364 ഡേയ്സ് ആണ്. പക്ഷെ നമ്മൾ എന്തായാലും എവിടെയെങ്കിലും ലീവ് എടുക്കും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എക്സ്റ്റൻഷൻ കിട്ടും. അതങ്ങനെ 365 ആയിക്കോളും. ഇനി ബൈ ചാൻസ് നിങ്ങൾക്ക് 365 ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അവസാനം എവിടെയാണോ പോസ്റ്റഡ് ആകുന്നത് ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ദിവസം കൂടെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. 365 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത ലോഗ് ബുക്കും ആൻഡ് അതിന് കൊടുത്ത് അറ്റാച്ച് ചെയ്യുന്ന കുറച്ച് പേപ്പേഴ്സും ആണ് നമുക്ക് നമ്മുടെ ഫൈനൽ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ ഡിഗ്രി ഫൈനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതും ഒപ്പം TCMCയുടെ പെർമനന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് വേണ്ടിയിട്ടുള്ളതും. അപ്പൊ നിങ്ങൾ ഈ ഹൗസ് അലവൻസിയുടെ ഏകദേശം രജിസ്ട്രേഷൻ പ്രോസസ് ആണ് ഏറ്റവും കുറച്ച് ലെങ്തി ആയിട്ട് പറയണമെന്ന് വിചാരിച്ചത് പറഞ്ഞു. ഒരുവിധമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വലിയ പാടൊന്നുമില്ല. പക്ഷെ നമ്മൾ ചില സ്ഥലത്തൊക്കെ സ്റ്റക്ക് ആയി പോകും. അതായത് ഇതെന്താ അങ്ങനെ, കോഴ്സ് തുടങ്ങിയ ഡേറ്റ് എന്താ, കോഴ്സ് എൻഡ് ചെയ്ത ഡേറ്റ് എന്താ, ആ മെഡിക്കൽ എത്തിക്സിന്റെ ഇഷ്യൂ വരുമ്പോൾ അതെന്താ, അത് മീൻസ് എഗ്രി ക്ലിക്ക് ചെയ്യുമ്പോൾ വരത്തില്ല. അപ്പൊ നമ്മൾ ആ എത്തിക്സ് മുഴുവൻ വായിച്ച് അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും സംശയം വരുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കാര്യം എടുത്ത് പറഞ്ഞത് കേട്ടോ. ഇനി നിങ്ങൾക്ക് കോളേജ് ചെന്ന് കഴിയുമ്പോഴത്തേനും ബേസിക്കലി അവരൊരു ഓറിയന്റേഷൻ സെഷൻ തരും. ഒരു 3 to 4 ഡേയ്സ് വരെ പോവാം, അല്ലെങ്കിൽ 2 to 3 ഡേയ്സ് വരെ. അത് നിങ്ങളുടെ സ്റ്റാർട്ടിങ് എങ്ങനെ ഉണ്ട് എന്നുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ ചെയ്തു നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് അടുത്ത ആഴ്ച എന്ന് വിചാരിക്കും. നിങ്ങളുടെ TCMCയുടെ ഒരു ടെമ്പററി കിട്ടാനായിട്ടൊരു 5 ഡേയ്സ് ഒക്കെ എടുക്കും. 5 ഡേയ്സ് ഒക്കെ ചില ദിവസം എടുക്കും, ചിലപ്പോൾ 2 ഡേയ്സ് കിട്ടും. എനിക്കൊന്ന് അപ്ലൈ ചെയ്തതിന്റെ പിറ്റേ ദിവസം കിട്ടിയായിരുന്നു. പക്ഷെ എന്റെ അടുത്ത് അപ്ലൈ ചെയ്തവർക്ക് 4 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പൊ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ചിലപ്പോൾ അവർ ആ ഒരു സമയത്ത് ഓറിയന്റേഷൻ പ്ലാൻ ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ഓറിയന്റേഷൻ ചിലപ്പോൾ ഒരു 3-4 ഡേയ്സ് നിന്നേക്കാം, അല്ലെങ്കിൽ ഒരു 2-3 ഡേയ്സ് നിന്നേക്കാം. അപ്പൊ ഇതിൽ കുറച്ച് സെഷൻസ് ഭയങ്കര നല്ലതാണ്. ഫോർ എക്സാമ്പിൾ അവര് നമ്മളെ ലംബാർ പങ്ക്ചർ ചെയ്യാൻ പഠിപ്പിക്കും, നമ്മളെ ഇന്റുബേറ്റ് ചെയ്യാൻ പഠിപ്പിക്കും, ഡെലിവറി എടുക്കാൻ പഠിപ്പിക്കും, ഫ്യൂച്ചർ ചെയ്യാൻ പഠിപ്പിക്കും. ഇതൊക്കെ പഠിപ്പിക്കണതാണ്. ഇതൊക്കെ പഠിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഷൻ കിട്ടും. അപ്പൊ നിങ്ങൾ അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ കിട്ടുന്ന സെഷനെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു സെക്കൻഡ്. ആൻഡ് അടുത്ത് ഇനി പോസ്റ്റിംഗിലേക്ക് വരിക കേട്ടോ. പോസ്റ്റിംഗ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. നമുക്ക് സർജറി 6 വീക്സ് ആണ് പോസ്റ്റിംഗ് ഉള്ളത്, മെഡിസിൻ 6 വീക്ക് ആണ്, OBG 7 വീക്സ്, പീഡിയാട്രിക്സ് 3 വീക്ക് ആൻഡ് പിന്നെ ഓർത്തോ, അനസ്തേഷ്യ, ENT, ഒഫ്താൽ, സൈക്കാട്രി, കാഷ്വാലിറ്റി 2 വീക്സ് വീതമുണ്ട്. ആൻഡ് PSM ഒരു 3 month പോസ്റ്റിംഗ് കിട്ടും. നിങ്ങൾക്ക് അത്യാവശ്യം ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റിംഗ് ആണ്.
പിന്നെ നമ്മുടെ കോളേജിൽ ഓപ്ഷണൽ ആയിട്ടുള്ള 2 പോസ്റ്റിംഗ് എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അത് ബ്ലഡ് ബാങ്ക് ഉണ്ട്, റേഡിയോളജി ഉണ്ട്, റെസ്പിറേറ്ററി മെഡിസിൻ ഉണ്ട്, അങ്ങനെ കുറച്ചുണ്ട്. പക്ഷെ നമ്മുടെ കോളേജിൽ അത് പ്രത്യേകിച്ച് ഒരു ഓപ്ഷൻ തരാറില്ല. നമ്മൾ റേഡിയോളജി, റെസ്പിറേറ്ററി മെഡിസിൻ എടുപ്പിക്കുക ചെയ്യാറ്. അതിന്റെ ഡെർമറ്റ് ആൻഡ് ഫോറൻസിക് പറ്റി പറയുമ്പോൾ അത് ഓരോന്നും 1 വീക്ക് വെച്ചാണ്. അപ്പൊ അങ്ങനെയാണ് ടോട്ടലി നമ്മുടെ ഈ 365 ഡേയ്സ് കവർ ആകുന്നത്. ഇതിൽ 364 ആണ്, 365 ഡേയ്സ് നമ്മൾ ഇങ്ങനെയാണ് കവർ ചെയ്യുന്നത്. ആൻഡ് പോസ്റ്റിംഗിലേക്ക് വരുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹോസ്പിറ്റലിന്റെ ഒരു വർക്കിങ്ങിന് ഇനി മുതൽ നിങ്ങൾ ഭയങ്കര ഇന്റഗ്രൽ പാർട്ടാണ്. അപ്പൊ നിങ്ങൾ സ്റ്റുഡന്റ് അല്ല, ഇനി മുതൽ നിങ്ങൾ സ്റ്റാഫ് ആണ്. അപ്പോ ഒരു കാഷ്വാലിറ്റി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു മെഡിക്കൽ ഓഫീസർ കഴിഞ്ഞാൽ അടുത്ത പരിഗണന കിട്ടുന്ന ആളാണ്. വാർഡിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള AP അല്ലെങ്കിൽ HODയും ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു പരിഗണനയായിരിക്കും കിട്ടുന്നത്. സോ പല സ്ഥലത്തും പല രീതിയിലുള്ള പരിഗണനയായിരിക്കും കിട്ടാൻ പോകുന്നത്. എനിവേ നിങ്ങളാണ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. അതെന്താ ഇങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാർഡിൽ ഒരു ഇഷ്യൂ വന്നാൽ, വാർഡിൽ ഒരു പേഷ്യന്റ് കൊളാപ്സ് ആയാൽ, വാർഡിൽ എന്ത് സംഭവിച്ചാലും അത് ആദ്യം നിങ്ങളായിരിക്കും വാർഡിലെ സിസ്റ്റർ വിളിച്ച് പറയുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്താണോ അത് ഭയങ്കര ക്രൂഷ്യലാണ്. പേടിപ്പിക്കാൻ പറഞ്ഞല്ല കേട്ടോ. ബിക്കോസ് ഒരു പേഷ്യന്റിന് പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടായി, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സീനിയറെ വിളിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് റെസ്പോണ്ടർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ അന്ന് ഡ്യൂട്ടിയിലുള്ള PGനെയോ അല്ലെങ്കിൽ ഡ്യൂട്ടിയിലുള്ള APനെയോ ഒക്കെ അറിയിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. ഇനി ഹോസ്പിറ്റലിലെ വർക്കിങ്ങിന് നിങ്ങൾ ഇന്റഗ്രൽ ആണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അസോസിയേഷനും ഇന്റഗ്രൽ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹൗസ് സർജൻസ് അസോസിയേഷൻ ഈസ് എ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹൗസ് സർജൻസ് അസോസിയേഷന്റെ ഭാഗം എന്ന് പറയുമ്പോൾ, ഹൗസ് സർജൻസ് അസോസിയേഷൻ നീ അങ്ങോട്ട് ഹോസ്പിറ്റലിന്റെ ഭാഗമായിരിക്കും. ഓരോ വർഷവും ഓരോ ഹൗസ് സർജൻസ് അസോസിയേഷൻ ആണല്ലോ വരുന്നത്. അപ്പോ കുറച്ചുപേരുടെ വെയിറ്റിംഗ് ഉണ്ട്, അവരെ കേട്ടാട്ടോ. അപ്പൊ നമുക്ക് ഹൗസ് സർജൻസ് അസോസിയേഷനെ പറ്റി പറയുമ്പോൾ, നിങ്ങൾ ഹൗസ് സർജൻസ് അസോസിയേഷൻ മാക്സിമം നേരത്തെ ഫോം ചെയ്യണം. കാരണം നിങ്ങൾക്ക് HS തുടങ്ങി കഴിയുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും സമയം കിട്ടത്തില്ല. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഓറിയന്റേഷൻ പീരീഡിന്റെ സമയത്ത് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഹൗസ് സർജൻസ് അസോസിയേഷന്റെ അടുത്ത പ്രസിഡന്റ് ആരാണ്, അടുത്ത സെക്രട്ടറി ആരാണ്, അടുത്ത അങ്ങനെയുള്ള റോളുകൾ തീരുമാനിക്കുന്ന ആളാരാണെന്ന് നിങ്ങൾ ആ സമയത്ത് തന്നെ തീരുമാനം എടുക്കണം. അത് നിങ്ങൾ ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടും ഉണ്ട്. ബിക്കോസ് നമ്മുടെ സ്റ്റൈഫൻഡ് ഒക്കെ ഇപ്പോഴും സ്റ്റക്കാണ്. കാരണം 16th ബാച്ചിന് കിട്ടിയ സ്റ്റൈഫൻഡ് ആണ് 17th കിട്ടിയത്. 4% സ്റ്റൈഫൻഡ് പെർ ഇയർ വർധനമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഓൾ കേരള ഹൗസ് സർജൻസ് അസോസിയേഷൻ ഓരോ വർഷവും ശക്തമായി വന്നാൽ മാത്രമേ ഈ പറഞ്ഞ സ്റ്റൈഫൻഡ് വർധനവ് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 26,000 ആണ് കിട്ടാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നിങ്ങൾക്ക് കിട്ടേണ്ടത് 28 + 29,000 കിട്ടേണ്ടതാണ്. അപ്പൊ നിങ്ങളെങ്കിലും അതിനുവേണ്ടി വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കും അടുത്ത ബാച്ചിനും കിട്ടത്തുള്ളൂ. അപ്പോൾ സ്റ്റൈഫൻഡ് വർധനമൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള HSA വഴിയാണ് നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലീവ്. ഈ ലീവ് എന്ന് പറയുന്നത് മൊത്തത്തിൽ നിങ്ങൾക്ക് 15 ലീവ് കിട്ടും. പണ്ട് 20 ലീവായിരുന്നു, ഇപ്പൊ 15 ലീവാണ് കിട്ടുന്നത്. അതായത് സർജറിയിൽ നിങ്ങൾക്ക് 2 ദിവസം ലീവ് കിട്ടും, മെഡിസിനിൽ 2 ഡേയ്സ് കിട്ടും, OBGയിൽ ഒരു 2 ഡേയ്സ് കിട്ടും, പീഡിയാട്രിക്സിൽ 1 ദിവസം കിട്ടും, PSMൽ 3 ഡേയ്സ് കിട്ടും. ആൻഡ് ബാക്കി അതായത് ഈ മൂന്നും മിച്ചമുള്ള 5 ദിവസത്തെ ലീവ് നിങ്ങൾ എടുക്കേണ്ടത് ഇതിന്റെ അകത്ത് ഈ റേഡിയോളജി ആൻഡ് ഈ ഓർത്തോ, ഡെർമറ്റ് ഇതെല്ലാം കൂടെ കൂട്ടി ടോട്ടൽ നിങ്ങൾക്ക് 5 ദിവസം ലീവ് എടുക്കാം. സോ അങ്ങനെയാണ് നിങ്ങളുടെ 15 കാഷ്വൽ ലീവ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു മാസത്തിന് പകുതിയോളമാണ് അവർ പറയുന്ന വർക്കിംഗ് ലീവ്സ്. നല്ല കാര്യമാണ്. ഇതിൽ PSMലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കൂടുതൽ ലീവ് കിട്ടും. ആൻഡ് കാഷ്വാലിറ്റി പോസ്റ്റിംഗ് ഒക്കെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് കുറച്ചധികം ലീവും കാര്യങ്ങളും കിട്ടും. ബാക്കി റേഡിയോകളൊക്കെ നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ലീവ് എടുക്കുക. ലീവ് എടുക്കാൻ തോന്നുവാണെങ്കിൽ ലീവ് എടുക്കുക, പഠിക്കാൻ തോന്നുമ്പോൾ പഠിക്കുക. ഇനി ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആസ് എ ഹൗസ് സർജൻ, ആസ് എ ഡോക്ടർ, ഇനി അങ്ങോട്ട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മെഡിക്കൽ ലീഗൽ ഇഷ്യൂസ് എപ്പോഴും നമ്മുടെ ചുറ്റും ഉണ്ടാവും. അപ്പോൾ പൊതുവെ ഒരു ഡിഫൻസീവ് മെഡിസിൻ ആണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആര് വേണമെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കൊടുത്ത ഒരു മെഡിസിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ ആർക്കും വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം, ഈവൻ ദോ നിങ്ങൾ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെങ്കിൽ പോലും. അപ്പോ ഡോക്യുമെന്റേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിങ്ങൾ കേസ് ഷീറ്റിലാണെങ്കിലും OP ഷീറ്റിലാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഡോക്യുമെന്റ് ചെയ്യണം. ഡോക്യുമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പേഷ്യന്റിന് എക്സ്റേ കുറിച്ച് കൊടുത്തു, പേഷ്യന്റ് എക്സ്റേക്ക് വില്ലിംഗ് അല്ലെങ്കിൽ നോട്ട് വില്ലിംഗ് ഫോർ എക്സ്റേ എന്ന് എഴുതണം. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നൂലാമാലകളൊക്കെ നിങ്ങളെ ഫേസ് ചെയ്ത് വരും. അപ്പോൾ MLC ഞാൻ ഉദ്ദേശിച്ചത് അത് മാത്രമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ
വാർഡിലും കാഷ്വാലിറ്റിയിലും ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കേസുകളായിരിക്കും വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഒരു MLC എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. അപ്പം MLC എഴുതുന്നതിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇതിനകത്ത് ഇട്ട് തരും ട്ടോ. പിന്നെ ഈ സ്കീംസ് എന്തിനാ ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 സ്കീംസും ഇവിടെ വരുന്ന പേഷ്യൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീമുകളാണ്. ഫോർ എക്സാമ്പിൾ RSBY സ്കീം. നമ്മുടെ കോളേജിൽ ഗവൺമെന്റ് സെറ്റപ്പിൽ 5 lakh ആണ് ഗവൺമെന്റ് ഇൻഷുറൻസ് എമൗണ്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരാൾക്കും 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മുട്ടുമാറ്റുക, ശസ്ത്രക്രിയയൊക്കെ ഏകദേശം 1.5 ലക്ഷം രൂപയോളം ചെലവ് വരും. അപ്പൊ നിങ്ങൾക്ക് ഈ RSBYയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പെൻഷൻ അല്ല, നമ്മുടെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സർജറീസും കാര്യങ്ങളും എല്ലാം ഫ്രീ ആയിട്ട് കവർ ആയി പോകും. അപ്പൊ പേഷ്യന്റിന് ഇത് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ വരുമ്പോൾ ഉറപ്പാക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ വിടുമ്പോൾ ആ ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ ക്യാഷ് മുടക്കേണ്ടത് ഈ പേഷ്യന്റ് ആണ്. അപ്പൊ RSBY ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ഇൻവെസ്റ്റിഗേഷൻസ് എക്സ്ട്രാ ചെയ്യിപ്പിക്കാം. കാരണം ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾ എന്തായാലും ചെയ്യിക്കണം. പക്ഷെ ചില പേഷ്യൻസിന് നമ്മൾ കുറച്ച് എക്സ്ട്രാ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ചെയ്യിക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പൊ RSBY ഇല്ലാത്തൊരു പേഷ്യന്റിന്റെ അടുത്ത് പെട്ടെന്ന് അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ അത് ചെയ്യാൻ പറയുന്നത് ഒട്ടും എത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചില ആളുകൾക്ക് RSBY കാർഡിനെ പറ്റിയൊക്കെ അറിയായിരിക്കും, പക്ഷെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനുള്ള മീൻസ് ചിലപ്പോൾ ഒരു മറന്നു പോയിട്ടുണ്ടാവാം, അല്ല ഒരു പുതുക്കാതെ ഉണ്ടാവാം. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കണം, നമുക്ക് ഇങ്ങനെ ഒരു RSBY കൗണ്ടർ ഉണ്ട് ഫ്രണ്ടില്, ആൻഡ് ഈ കൗണ്ടറിൽ കൊണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് കാർഡ് പുതുക്കാം, ആൻഡ് ഈ കാർഡിന്റെ സേവനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. സിമിലർലി JSSK പറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. എനി പ്രഗ്നന്റ് വുമൺ ആൻഡ് ചൈൽഡ്, അവർക്ക് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന കുറെ സൗകര്യങ്ങൾ, ഇൻക്ലൂഡിങ് നമ്മുടെ സിസേറിയനും ഈവൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരെ ഫ്രീ ആണ്. സോ ഏതൊരു പ്രഗ്നന്റ് വുമൺ വന്നാലും നമ്മൾ JSSK സ്കീമിൽ പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് JSSK ഫോമും അവരുടെ ഇൻവെസ്റ്റിഗേഷൻസിനൊപ്പം ഫിൽ ചെയ്ത് കൊടുക്കണം. താലോലോ ഈസ് ആൻ എക്സെപ്ഷൻ. നമ്മുടെ കോളേജിൽ അങ്ങനെ ഇൻബോൺ എറർ മെറ്റബോളിസം ഉള്ള ആൾക്കാരൊന്നും വരാറില്ല, 1-2 ഒക്കെ വരാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ താലോല സ്കീമിൽ പെടുത്തി വേണം അവർക്ക് വേണ്ട ചികിത്സാ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട്. ഇനി അപ്രോച്ച് ടു ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്, പെട്ടെന്ന് തീർക്കാം. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ പോസ്റ്റിംഗിന്റെ സമയത്ത് ഉണ്ടായിരുന്ന പോലെ നിങ്ങളെ ഡിഫറെന്റ് യൂണിറ്റ്സ് ആയിട്ട് തിരിക്കും. സോ ഈ യൂണിറ്റ്സിന്റെ അണ്ടറിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ മെഡിസിന് M1, M2, M3 അങ്ങനെ യൂണിറ്റ് ഉണ്ട്. S1, S2 ഉണ്ട്. ഓർത്തോയ്ക്ക് ഓർത്തോ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. OBGക്കും OBG 1 and 2 ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. പീഡിയാട്രിക്സും P1, P2 ആൻഡ് P3. അപ്പോ ഈ ഡിഫറെന്റ് യൂണിറ്റ്സിന്റെ അണ്ടറിൽ ഒരു ഡിഫറെന്റ് യൂണിറ്റ് ചീഫിന്റെ അണ്ടറിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിറ്റിന്റെ അണ്ടറിൽ നടക്കുന്ന കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഒരു കൺട്രോൾ ഉണ്ടാവുക, ആൻഡ് അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. അപ്പോ ഈ ഡിവിഷൻസ് നിങ്ങൾ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അവർ ഡിവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ നല്ല യൂണിറ്റ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം യൂണിറ്റിനെ പറ്റി ഒരു കമന്റ് പറയുന്നില്ല, എല്ലാ യൂണിറ്റും നല്ലതാണ്. സോ നല്ല നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് യൂണിറ്റ്സിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഇനി അടുത്തത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദ ഫോംസ്. ഇത്ര ഫോംസ് ആണ്, ഇനിയിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഇത്രയും ഫോംസ് ആണ് നമുക്ക് കോളേജിൽ ഫുൾ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു പേഷ്യന്റ് വന്നാൽ നിങ്ങൾ ബേസിക് ആയിട്ട് വിടേണ്ട ഇൻവെസ്റ്റിഗേഷന്, സ്പെഷ്യൽ ആയിട്ട് വിടേണ്ട ഇൻവെസ്റ്റിഗേഷൻസിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് ഫോംസ്, ഇത് നമ്മുടെ ബയോകെമിസ്ട്രി ഫോം ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോ ഇതിന്റെ അകത്ത് ഉള്ള കുറച്ചധികം ഇൻവെസ്റ്റിഗേഷൻസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ വരുമ്പോൾ തന്നെ പേഷ്യന്റിന്റെ RBS ചെക്ക് ചെയ്യണം, യൂറിയ, ക്രിയാറ്റിനിൻ, പിന്നെ അതുപോലെ സോഡിയം, പൊട്ടാസ്യം, പിന്നെ HbA1c ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ അത് നിങ്ങൾ ആലോചിക്കാം, ഒരു തരത്തിലും ഡയബറ്റിക് ഹിസ്റ്ററി ഇല്ലാത്തൊരു പേഷ്യന്റിനെ കൊണ്ട് HbA1c ചെയ്യുന്നതിന് അതൊരു ലോജിക് ഇല്ല. TSH വിടണം, കാരണം ചില ഡിപ്പാർട്ട്മെന്റിൽ TSH അവർക്ക് ഭയങ്കര നിർബന്ധമാണ്. ഇത് LFT പാനലാണ് ഈ കാണുന്നത്. ഈ LFT പാനലും ഇത്രയും ഭാഗം LFT പാനലാണ്. ഇപ്പൊ LFT പാനൽ എന്തായാലും വിടേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി എപ്പോഴെങ്കിലും വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം ഇതിന്റെ അകത്താണ് ഉള്ളതെന്നുള്ള കാര്യം. ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻസ് വിടുന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും ഈ ഇൻവെസ്റ്റിഗേഷൻസിനൊക്കെ ബ്ലഡ് എടുത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. സോ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ബ്ലഡ് വയൽസിനെ പറ്റിയാട്ടോ. അതായത് ഏതൊക്കെ വയലിലാണ് എന്തൊക്കെ എടുത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ RBS വിടുന്നത് നമ്മൾ RBS വിടുന്നത് ഗ്രേ വയലിലാണ്. ജർഷാദ് വന്നിട്ടുണ്ട്, ജർഷാദിനെ വെക്കട്ടെ അല്ലെ.
ഓക്കെ. സോ RBS നമ്മൾ ഗ്രേ വയലിലാണ് വിടുന്നത് കേട്ടോ. ഈ FBSഉം PPBSഉം എല്ലാം, അതായത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിടുന്നത് നമ്മൾ ഈ പറഞ്ഞ ഗ്രേ വയലിലാണ്. നിങ്ങൾക്ക് അറിയാലോ അതിന്റെ കാര്യം എന്താണെന്ന്. സോഡിയം ഫ്ലൂറൈഡ് ഉള്ള ഒരു വയലായതുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള ബ്ലഡ് എസ്റ്റിമേഷൻസിന്റെ അകത്ത് ഗ്ലൂക്കോസിന്റെ അളവിൽ വ്യത്യാസമൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗ്രേ വയലിൽ വിടുന്നത്. ഇനി യൂറിയ ആണെങ്കിലും ക്രിയാറ്റിൻ ആണെങ്കിലും സോഡിയം, പൊട്ടാസ്യം, HbA1c ഇതൊക്കെ റെഡ് വയലാണ് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള TSH ഒക്കെ റെഡ് വയലാണ്. ഇനി ബാക്കിയെല്ലാം ഇതിനകത്ത് വരുന്നത് റെഡ് വയലിലാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ഗ്രേ വയലുണ്ട്, റെഡ് വയലുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈലാണ്. നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും പേഷ്യന്റിന് ലിപ്പിഡ് പ്രൊഫൈൽ വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡും ടോട്ടൽ കൊളസ്ട്രോളും തൊട്ടുള്ള പാനലാണ് വിടേണ്ടത്, ഈ VLDL വരെയുള്ള സ്ഥലം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ കോളേജിൽ ചെയ്യിക്കാൻ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻസ്. അടുത്തത് നമ്മുടെ ഹെമറ്റോളജി ഇൻവെസ്റ്റിഗേഷൻ ഫോം ആണ് കേട്ടോ. ഹെമറ്റോളജി ഇൻവെസ്റ്റിഗേഷൻ ഫോമിൽ അറിയാലോ, നിങ്ങൾ വയലറ്റ് വയലിലാണ് വിടേണ്ടത്. ഇത് വയലറ്റ് കളറുള്ള വയലിലായിരിക്കും ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം പോകുന്നത്, എക്സെപ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള കോയാഗുലേഷൻ പ്രൊഫൈൽ. ഇത് നമ്മുടെ അവിടെയുള്ള ഒരു ബ്ലൂ കളർ വയലുണ്ട്. അപ്പൊ ബ്ലൂ കളർ വയലിലായിരിക്കും കോയാഗുലേഷൻ പ്രൊഫൈൽ പോകുന്നത്. അപ്പോൾ വയലറ്റ് വയൽ നമ്മൾ എന്തായാലും ബേസിക് ആയിട്ട് വിടേണ്ടതാണ്. അതിൽ എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് അറിവുണ്ടായിരിക്കണം. കാരണം HB വേണം, RBC വേണം, അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പാരാമീറ്ററും വിടണം. ആൻഡ് BT CT ചെയ്യാനായിട്ട്